ഫിസിക്സിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 1. ടാങ്കിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിൻ്റെ ഊർജം എന്താണ്? സ്ഥിതികോർജം. ക്വസ്റ്റ്യൻ 2. മണ്ണെണ്ണ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണ്? മണ്ണെണ്ണയ്ക്ക് സാന്ദ്രത കുറവായതുകൊണ്ടാണ് മണ്ണെണ്ണ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ക്വസ്റ്റ്യൻ 3. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലി. ക്വസ്റ്റ്യൻ 4. ക്യാരംസ് ബോർഡിൽ പൗഡർ വിതറുന്നത് എന്തിനാണ്? ഘർഷണം കുറയ്ക്കാനാണ് ക്യാരംസ് ബോർഡിൽ പൗഡർ വിതറുന്നത്. ക്വസ്റ്റ്യൻ 5. അന്തരീക്ഷ വായുവിലൂടെ ഉൽക്കകൾ താഴേക്ക് പതിക്കുമ്പോൾ ഉൽക്കകൾ കത്താൻ കാരണം എന്താണ്? ഘർഷണം. ഘർഷണം കൊണ്ടാണ് അന്തരീക്ഷ വായുവിലൂടെ ഉൽക്കകൾ താഴേക്ക് പതിക്കുമ്പോൾ ഉൽക്കകൾ കത്തുന്നത്. ക്വസ്റ്റ്യൻ 6. ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ ഭാരം ഏറ്റവും കൂടിയിരിക്കുന്നത് എവിടെയാണ്? ധ്രുവങ്ങളിലാണ്. ക്വസ്റ്റ്യൻ 7. വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവേതാണ്? ഊഷ്മാവാണ് വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവ്. ക്വസ്റ്റ്യൻ 8. ഒരു വാതകത്തിലെ തന്മാത്രകളുടെ എല്ലാവിധ ചലനങ്ങളും ഇല്ലാതാക്കുന്ന ഊഷ്മാവ് ഏതാണ്? അബ്സല്യൂട്ട് സീറോ. ക്വസ്റ്റ്യൻ 9. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന പ്രവേഗമാറ്റത്തെ എന്താണ് പറയുന്നത്? ത്വരണം. ക്വസ്റ്റ്യൻ 10. പാസ്കൽ എന്തിൻ്റെ യൂണിറ്റാണ്? മർദ്ദം. മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് പാസ്കൽ. ക്വസ്റ്റ്യൻ 11. ക്ലോക്കിലെ സൂചി തിരിയുന്നത് ഏത് ചലനമാണ്? വർത്തുള ചലനം. ക്വസ്റ്റ്യൻ 12. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജം ഏതാണ്? ഗതികോർജം. ക്വസ്റ്റ്യൻ 13. യന്ത്രങ്ങളുടെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? കുതിരശക്തി. ക്വസ്റ്റ്യൻ 14. ദ്രാവകങ്ങളുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ്? പ്രതലബലം. ക്വസ്റ്റ്യൻ 15. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂട്ടൺ. ക്വസ്റ്റ്യൻ 16. കർപ്പൂരം ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകമായി മാറുന്നതിന് കാരണം എന്താണ്? ഉത്പതനം. ക്വസ്റ്റ്യൻ 17. ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി ഏതാണ്? വികിരണം. ക്വസ്റ്റ്യൻ 18. താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് പ്രിസ്കോട്ട് ജൂൾ. ക്വസ്റ്റ്യൻ 19. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം എന്തൊക്കെയാണ്? ത്രാസ്, കത്രിക, കപ്പി, പ്ലെയേഴ്സ്, നെയിൽപുള്ളർ. ക്വസ്റ്റ്യൻ 20. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ്. ഇന്ന് ഈ ഇമ്പോർട്ടൻ്റ് ആയ 20 ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം.